കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് മനുഷ്യച്ചങ്ങല തീർത്ത ഡിവൈഎഫ്ഐ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെയുള്ള ചങ്ങലയിൽ 10,000-കണക്കിന് പേർ കൈകോർത്തു. കേന്ദ്രം നടത്തുന്നത് സാമ്പത്തിക ഉപരോധമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമുയർത്തി ഡിവൈഎഫ്ഐ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം മനുഷ്യച്ചങ്ങലയിലെ ആദ്യ കണ്ണിയായി. തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയായി ഡിവൈഎഫ്ഐയുടെ ആദ്യ പ്രസിഡന്റും LDF കൺവീനറുമായ EP ജയരാജനും പങ്കുചേർന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബവും തിരുവനന്തപുരത്ത് ചങ്ങലയുടെ ഭാഗമായി. മുതിർന്ന നേതാക്കളടക്കം പ്രവർത്തകർ അണിനിരന്ന് പ്രതിജ്ഞയെടുത്തു. നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ് ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്. കേരളം വളരേണ്ടതില്ല എന്നാണ് കേന്ദ്ര നയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു. കേന്ദ്രം നടത്തുന്നത് സാമ്പത്തിക ഉപരോധമാണെന്നും എം വി ഗോവിന്ദൻ. BJP ഏതര ഗവൺമെന്റുകളെ മുഴുവൻ ഈ സാമ്പത്തിക ഉപരോധത്തിൽപ്പെടുത്തി രാഷ്ട്രീയമായ ലക്ഷ്യം നേടുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 10,000-കണക്കിന് പേർ കൈകോർത്തു. തൃശൂരിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ, കൊച്ചിയിൽ പ്രൊഫസർ MK സാനു, കണ്ണൂരിൽ M മുകുന്ദൻ അടക്കമുള്ള സാഹിത്യ കലാകാരന്മാരും അണിചേർന്നു. സാമ്പത്തിക വികസനത്തിന് ന്യായമായി വേണ്ട ആവശ്യങ്ങളിൽ നിന്ന് പത്രവാർത്തകളിൽ നിന്നും വേണ്ടത്ര നൽകാത്ത ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കേണ്ടത് കേരളീയരായ എല്ലാവരുടെയും ചുമതലയാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ നവകേരള സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ പോരാടുകയാണ്. ഈ പോരാട്ടം തുടരണം. ആഷിക് അടക്കം കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രതിനിധീകരിക്കുന്നവരും പങ്കാളികളായി. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകളിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഇവിടത്തെ പ്രവർത്തകർ മറ്റു ജില്ലകളിൽ പങ്കാളികളായി. റെയിൽവേ യാത്രാ ദുരിതം, സിൽവർ ലൈന് കേന്ദ്ര അനുമതി ലഭിക്കാത്തത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ചങ്ങല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടീം റിപ്പോർട്ടർ.